Q Developers ഉപ്പും മുളകും. സ്കൂളിൽ പോകുന്ന സമയം അമ്മ വിളിച്ച് കൂവണ എന്തിനാ? അടുത്തത് നിനക്ക് എന്താടാ വേണ്ടത്? ഞങ്ങൾ അമ്മ വിളിക്കുന്നത് ചേച്ചിക്ക് എന്ത്? എടാ നീ അമ്മ വിളിക്കണ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇത് മനുഷ്യ ചെവിടെ അകത്തിരുന്നല്ലേ വിളിക്കണത്. നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ വിളിച്ചു കൂടെ? അമ്മേന്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് കാണാനില്ല. അതിന്റെ ചട്ടവും കാണില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? നിന്റെ ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ് അത്ര ഞാൻ എന്ത് വേണം? പിന്നെ തപ്പി കണ്ടുപിടിച്ചാ അമ്മ. വേണ പോയി തപ്പടാ. നീ എന്തിനാ വിളിച്ചേ? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ? എന്റെ ടെക്സ്റ്റ് ബുക്ക് കാണാനില്ലാത്ത കൂട്ടുണ്ടല്ലോ. രണ്ടും കൂടെ ഉത്സാഹിച്ച് അങ്ങ് തപ്പിക്കോ, ചിലപ്പോ കിട്ടും. അമ്മ സമയം പോണേ, സമയം ആവണം. ഇപ്പൊ സമയം ആയാ പോരാ, സമയം പോണ. ക്ലാസ്സിൽ പോലും നിന്നെയൊന്നും കയറ്റരുത്. ഒട്ടും ഉത്തരവാദിത്തമില്ല രണ്ടെണ്ണത്തിനും. നിനക്ക് രാത്രിയുടെ വേറെ പണിയൊന്നുമില്ലല്ലോ. ആ ബുക്കൊക്കെ എടുത്ത് വെച്ചൂടെ ബാഗില്? അയ്യോ ആരും ഉദ്ദേശിക്കണേ, ചുമ്മാ ചിരിപ്പിക്കില്ലേ. ഹിറ്റ്ലർ ഗാന്ധിജിയുടെ വേഷം കിട്ടിയ പോലെ ഉണ്ട്. പിന്നെ ഇവർക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അമ്മ എന്താ വെച്ചിട്ടുണ്ടോ മണം മഞ്ഞ്? അത് ദോശ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഒടുക്കത്തെ ദോശ കണ്ടുപിടിച്ചോണ്ട് വരെ ഇടുത്തി വീണേ. ഇനി വീഴില്ലടാ, അവരൊക്കെ പോയി ഭൂമിന്ന് കുറെ കാലമായി. പോയ പോക്കിന് തന്നിട്ട് പോയ പണികൊള്ളാം. നിന്ന് സമയം കളഞ്ഞ് നോക്കി കണ്ടുപിടിക്കാൻ നോക്ക്. അതെ, നീ ആ ബുക്ക് തപ്പൊന്നും വേണ്ട, കിട്ടത്തൊന്നുമില്ല. ചേച്ചി ചേച്ചിയുടെ ഞങ്ങളുടെ ബുക്ക് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ശിവ, നീ മിക്കവാറും കരണ്ടാണ് സ്കൂളിൽ പോളൂ. പണിയുണ്ടാക്കി തരല്ലേ എനിക്ക്. ഇനി പണി ഉണ്ടാക്കണ്ടേ? എടി വാടി ഒന്ന് ബുക്ക് അപ്പ്. സമയത്തിനും കാര്യത്തിനും ഇറങ്ങിയില്ലെങ്കിലേ അമ്മ ഒന്ന് ചവിട്ടി കൊണ്ട് ഉരുട്ടും. എന്നേരം ഞങ്ങളുടെ വരൂല കാണിച്ചാൽ. വൈകുന്നേരം ഇവിടെ തന്നെ ഉണ്ടാവൂട്ടാ. ലച്ചു, ലച്ചുവേ. എന്താ അമ്മ? നീയാണോ ലച്ചു? അല്ല. ലച്ചു, ലച്ചു. ചേച്ചി എന്താമേ? എത്ര പ്രാവശ്യം വിളിക്കണം ലച്ചു? നിന്റെ ചെവിന് വല്ല ഇരിപ്പുണ്ടോ? എന്തിനാ വിളിച്ച? ആ പേഴ്സിങ് എടുത്തുണ്ടോ എന്റെ? അമ്മ പുറത്തേക്ക് ഇറങ്ങണ തക്ക നോക്കി ചേച്ചി ഫോൺ കുത്തിക്കിട്ടു. കേശു എവിടെ? അവനവിടെ കൊടുക്കുന്നത് ബുക്ക് വെപ്പല. അത് കിട്ടിയില്ലേ ഇതുവരെ? നീയൊക്കെ നാളെ വേറെ ആരുടെങ്കിലും കൂടെ പോയിക്കോ, അതാ നല്ലത്. മനുഷ്യൻ സമയം കളയാനായിട്ട്. ബസ് അച്ഛനല്ലേ എല്ലാം വരുത്തി വെച്ചത്, അച്ഛനോട് എന്നെ പറയല്ല. എടാ കേശു, കേശു ഇത് പഴയതല്ലേ? പുതിയ പേഴ്സ് എടുത്തുണ്ടോ കൊച്ചേ? പുതിയ പൈസ എടുത്തേടെ എന്റെ തലയില്. ചെക്കന്റെ കാര്യം. എടാ കേശു, ബുക്ക് കിട്ടിയാ? ബുക്ക് കിട്ടിയില്ല, തൽക്കാലം ഉള്ള ചേച്ചി. ഉള്ള വെച്ചാൽ അവിടെ ചെല്ലുമ്പോ കിട്ടൂടാ, നല്ല അടി കിട്ടണം നിനക്ക്. എന്നാലും നീയൊക്കെ പഠിക്കുള്ളൂ. അമ്മേ ഞാൻ നന്നായിട്ട് പഠിക്കണ കുട്ടിയില്ലേ, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല. ബാ എടീ, അച്ഛൻ വരുമ്പോ ചോറെടുത്ത് കൊടുക്കണേ ഉച്ചക്ക്. പിന്നെ രസം ഇരിപ്പുണ്ട് ഫ്രിഡ്ജില്. എനിക്ക് രസമൊന്നും വേണ്ട. നിന്നോട് പലരും ചോദിച്ചാ? ഞാൻ അച്ഛൻ്റെ കാര്യം പറഞ്ഞത്. അച്ഛനായതുകൊണ്ട് കൊള്ളാം, വേറെ വല്ലവരായിരുന്നെങ്കിൽ കാണായിരുന്നു. ബാബാ അമ്മ അച്ഛൻ വേണം. എവിടെ പോയിരിക്കും എന്ന് രാവിലെ? വരട്ടണല്ല, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് അങ്ങ് ഓടും. എനിക്കറിയാം, അടുക്കള എന്നെ സഹായിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടല്ലേ. കളിക്കല്ല, നീ ഇവിടുന്ന് ഓഫീസ് വരെ ഓടും. സ്കൂൾ എടുത്തായിരുന്നെങ്കിൽ ഞങ്ങളും അമ്മയുടെ പോടിയാണ്. ഞാൻ പോണു. ഈ കൊച്ചൊറ്റയ്ക്കാ ഇവിടെ. എണീറ്റ് ഓടിക്കരുതും. എനിക്കറിയാം. കാര്യം ഞാൻ പറയാം, ഓഫീസിലെ കാര്യം ആലോചിച്ചിട്ട് വായ്പളം തുടങ്ങിയാൽ പോകരുത്. പിള്ളേരെ കാര്യത്തിൽ ശ്രദ്ധ വേണം. എന്തൊക്കെ വൃത്തിയുടെ വാക്കാ യൂസ് ചെയ്യണം നോക്കണേ. വായ്പളം തുടങ്ങി വാ തുറന്നുകൊണ്ട് ഒരു ശ്രദ്ധ ഇല്ലാതെ പോരുന്നതാണ്. ഇത് വൃത്തിയുടെ വാക്കൊന്നുമല്ല, കുളക്കെ ലാംഗ്വേജാണ്. പോടുന്നത്. ശരി ശരി. അടിയോട് ലച്ചുവേ, ലച്ചു, നീ ഇവിടെ എന്ത് ചെയ്യണേ? കിടക്കണ? നിനക്ക് വിശക്കണില്ലേടി? ചെറുതായിട്ട് അച്ഛാ. അച്ഛനോ? ഓ, എനിക്ക് വിശന്ന് തുടങ്ങി. നീഞ്ഞു വാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വായോ? ഇങ്ങോട്ട് വാടി. എന്താ അച്ഛാ? അനങ്ങി വരണണ്ട. ചോറിന് കൂട്ടാൻ തോന്നുന്നു. ചോറിന് കൂട്ടാൻ മുട്ടത്തോരൻ, അവിയല്, പിന്നെ ഇന്നലത്തെ രസം. അയ്യോ, വേറെ ഒന്നുമില്ലേ? ദോശ. അമ്മ ഞാൻ പോട്ടെ. ഓ, ലച്ചു, കട്ട ചമ്മന്തി ഉണ്ടോ? കട്ട ചമ്മന്തിയോ? തേങ്ങാ ചമ്മന്തിയേ? അച്ചാറാ? തീർന്നുപോയി.
ഇത് തേങ്ങ ചമ്മന്തി ആരടി? തേങ്ങയില്ല. തേങ്ങ അപ്പുറത്ത് കിടക്കല്ലേ? അപ്പുറത്തുണ്ടാ? ആ. അതാ അച്ഛൻ പോയി പൊതിച്ചോ. ഞാൻ പൊതിക്കാനാ? പിന്നെ ഞാൻ പൊതിക്കണോ? ഓ ചമ്മന്തി വേണ്ട. അച്ഛാ തേങ്ങ പൊതിക്കണല്ലേ? തേങ്ങ പൊതിക്കണില്ലേ? ചമ്മന്തി ഒന്നും വേണ്ട. ഓ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അയ്യോ മതി. ആയിക്കോട്ടെ. ലച്ചുവേ ചോറ് പറഞ്ഞില്ലേ? എടീ ചോറ് കോരണില്ലേന്ന്. കോരണോ? ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട്. നിന്റെ കാര്യം ചോറ് കോരിട്ട് വിളി. വിളിക്കാം. അച്ഛാ. ഓ എന്തടേ? എങ്ങനെയാ സഹായിക്കാൻ വാ. എന്തോ സഹായിക്കാൻ? അടുക്കളയില്. നീ പോയി ചോറ് മതി പോ. ഞാൻ സഹായിച്ചില്ലെങ്കിൽ കോരൂല. ചെയ്യോ? ഈ പെണ്ണോടെ പോയി. ഇവിടെ വന്നിരിക്കണ കഴിക്കാൻ തോന്നുള്ളോ? എനിക്കും കഴിക്കാൻ തോന്നുന്നില്ല. ഗെയിം കളിക്കാം. ഗെയിം ജോലി കിടക്കണം. കളി. ഏത് ഗെയിമാണ്? മിനി മിനിഷ്യ. ഇതാ ആദ്യം നീ കളിയാ. അപ്പോൾ ഞാൻ വിളിക്കാം. നീ കളിച്ച് തോക്കുമ്പോൾ എന്നെ വിളിച്ചാൽ മതിയേ. അതിപ്പോ ഇത് കിടക്കട്ടെ, നീ വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ കഴിക്കാം. ശരി. ഞാനും കിടക്കാൻ പോവച്ചോ. പിന്നെ കട അല്ല ഗെയിം കളിക്കാം. അച്ഛൻ കളിച്ചോ. എവിടെ? കൊള്ളൂല. വേറെ എന്തെങ്കിലും ചെയ്യാം. വേറെ എന്ത് ചെയ്യാനാ? എത്തിയാ? ഇനി കളിക്കാൻ നിക്കണ്ട. ഫുഡ് കഴിച്ചിട്ട് മൈക്ക് പഠിക്കാൻ നോക്കട്ടാ. ഓ ശരി. ഇതെന്താ ഷർട്ട് നിറച്ച ചെളി? ഓ അത് കളിച്ചത്. എന്ത് കളി കളിച്ചു നീ? അതൊരു കളിയൊക്കെ കളിച്ചത്. എന്ത് എടാ അമ്മ പറഞ്ഞ കൊണ്ട് വെള്ളത്തിടാ. ശരി. ഈ പോക്കറ്റൊക്കെ എങ്ങനെ കീറിയേ? അത് കളിച്ചപ്പോ പോക്കറ്റ് കീറി. കളിച്ചപ്പോ പോക്കറ്റ് കീറിയാ? നിന്നെ കൈ കാണിച്ചേ. ആ കൈ കാണിച്ചേ. ഇതെങ്ങനെ മുറിഞ്ഞേ? അതിപ്പോ കളിച്ചപ്പോ വീണത്. എടാ ഇത്രയൊക്കെ പറ്റാത്ത നീ എന്ത് കളിയാ കളിച്ചേ? ഫുട്ബോള്. ഫുട്ബോളാ? പക്ഷെ നീ ക്രിക്കറ്റിന്റെ ആളല്ലേ? അതിപ്പോ ഞാൻ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയാണ് പോയത്. അപ്പോഴാണ് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടപ്പോൾ കബഡിയുടെ കാര്യം ഓർമ്മ വന്നത്. ചേച്ചി ഇപ്പൊ IPL പോലെ തന്നെ കബഡിക്കാരും ക്ലബൊക്കെ വെച്ച് കളിക്കല്ലേ? കബഡിക്കാരിപ്പോ ഭയങ്കര ഹിറ്റാ. അച്ഛാ മൊത്തം കളത്തരാട്ടോ പറയണത്. ചോദിക്കാച്ച മര്യാദയ്ക്ക് എന്താ പറ്റിയെന്ന്. ഇതിനെന്ത് കുഴപ്പം വെച്ചാ? എന്തോ ഇത് പറയണത്? ഇതല്ലേ പറഞ്ഞ പോക്കറ്റൊക്കെ കീറിയിരിക്കുന്നു. എന്തോടാ? ഒന്നുമില്ല അച്ഛാ. ഇപ്പം ഞങ്ങളുടെ സ്കൂളില് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യുണ്ട് ജെയിന്. അവൻ എന്നെ എല്ലാ ദിവസവും തട്ടിയിടും ഞോണ്ടിട്ടും ഒക്കെ പോവും. ഇന്നാണെങ്കിൽ അവൻ്റെ തലക്കെട്ട് 2 കൊട്ട്. അപ്പോൾ അത് എനിക്ക് ഗതി കെട്ടിട്ട് സ്കൂൾ വിട്ട് പുറത്തിറങ്ങിയപ്പോൾ അവനൊക്കെ 2 കൊടുത്ത്. നീ അവനെ അടിച്ചാടാ? അതച്ഛ ഒരു അടിപൊളി ആകുമ്പോ 2 പേർക്കും അങ്ങോട്ടും നിന്നെ അടിച്ച വാര്
ഏത് വലിയവന്റെ മോനായിരുന്നാലും നീ വാ എടാ കൈ വളരണോ കാല് വളരണോ നോക്കിയടാ ഞാൻ വളർത്തിയത് കണ്ടവനെ അടിക്കാനാണോ അതിനെ ഒരു വീടെവിടാ വീടെവിടെ കുഴപ്പമില്ലേ അമ്മ വരണ്ടാ അമ്മ വരട്ടെ എത്തിട്ട് അവള് ഓക്കെ ഡ്രസ്സൊക്കെ മാറ്റിടുവാ. ആഹാ ആടി വരണോക്ക് പെട്ടെന്ന് ചേട്ടാ വാടി ഇത്ര നേരം എവിടെ പോയി കിടന്നത് നീ എന്ത് എന്തേ കുന്ത് ചെറുക്കനെ വല്ല ആശുപത്രി കൊണ്ടുപോടി എന്ത് അല്ലെങ്കിൽ വല്ല വൈദ്യശാലയിൽ കൊണ്ടുപോ അല്ലെങ്കിൽ വല്ല മുട്ട കഷായം വെച്ച് കൊടു. എന്തോ നീ പറയണേ? കാശോ ഇവിടെ വാടാ നോക്ക് ഷർട്ട കീറി ചോദിച്ചു നോക്ക്. എന്താണ് ഇത് ഷർട്ടിൽ കീറി പറഞ്ഞു തരാൻ വേണ്ടേ? അമ്മേ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടന് ഞാനോട് ചെറിയൊരു അടി. അവനടിക്കാതെ ഒന്നാമത് എല്ലാം കൂടെ ഇടിച്ച് ആ പയ്യന്മാരെ ഇടിച്ച് പഞ്ചറാക്കി വെച്ചേക്കണ അവനെ. പിന്നെ ഇവനടിക്കാതെ മറ്റേ പയ്യൻ അടിക്കണ പോയി. അത് ഞാൻ നോക്കിക്കോളാം. നീ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുപ്പോ. ഇവന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ? കണ്ടാ ചുമക്കണ്ടാ എന്താടാ സാധാരണ ചുമക്കടാ ഇത് ഇടിയേറ്റ ചുമയണം. അച്ഛ വിട്ട് കളച്ചാ ഇതിപ്പോ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നമല്ല. ഇപ്പൊ രണ്ടുപേർക്കും അങ്ങോട്ട് അടി ഇങ്ങോട്ട് എല്ലാം കിട്ടുകയൊക്കെ ചെയ്തു. ഞാൻ അത് ആവർത്തിക്കാണ്ടിരുന്നാ മതി. ഇവന്റെ ടീച്ചറിനെ പോയി ഞാൻ കാണുന്നുണ്ട്. ആ സ്കൂളിൽ ചെന്നിട്ട് ഞാൻ പറയണ്ടാ നീ വഴക്കുണ്ടാക്കാൻ നോക്ക് അപ്പൊ തരാ നിനക്കെ. അപ്പൊ ആ പയ്യൻ പിന്നെ അവനെ എടുത്തിട്ട് അടിച്ചാ എന്ത് ചെയ്യും? ആ സ്കൂളിൽ ചെല്ലട്ടെ. ആ പയ്യനെയും കാണണം ടീച്ചറെയും കാണണം എനിക്ക്. അമ്മ അതിനൊന്നും ഒരു ആവശ്യമില്ല. ഇനി ഒരു പ്രശ്നവും പറ്റാതെ ഞാൻ നോക്കിക്കോളാം. ഓഹോ ഒരു പ്രശ്നം പറ്റൂലേ? അപ്പൊ എന്റെ ചെറുക്കനെ അടിയിട്ട് വെറുതെയാ? പോട്ട് പാലു അങ്ങനെ വിടാനൊന്നും പറ്റൂല. നോക്കിയാ ചെറുക്കനെ വീട്ടിൽ പോകണം. ഇത് കാണണം. അതെ ഞാൻ എന്റെ ചെറുക്കനെ വളർത്തതേ കണ്ടാൽ ചെണ്ടോട്ട് കളിക്കാനല്ല. ആരോട് പകരം വിട്ട ആ പയ്യനോടാ? പയ്യനോടല്ല എന്റെ തന്റെ അടുത്ത് പിള്ളേരെ നേരെ വളർത്തണം. ഞാൻ കാണിച്ചു കൊടുക്കാം. ഇറങ്ങടാ അല്ലെങ്കിൽ വേണ്ട ഷർട്ട് നീ വാ ഇങ്ങോട്ട് ഷർട്ട് മാറി വാ. ദൈവം ഇനി എന്തൊക്കെ കാണണോ എന്തോ. ജോലിയും വയ്യ ഒന്നും ചെയ്യാൻ വയ്യ. എല്ലാം അവിടെ കിടക്കട്ടെ. ജോലി ചെയ്യണം. ഇതാര്? ഹലോ ആ ഏത് സാധനമാണ്? ആ ഇവിടെ പണി തീർന്നില്ല. പെട്ടെന്ന് വേണോ? സൗകര്യമില്ല വച്ചിട്ട് പോവാ. ഓ എന്തോന്ന് പാലിത് സാധനങ്ങൾ നക്കാൻ തരുന്ന അവനോട് ഇങ്ങനെയാണോ സംസാരിക്കണേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? എനിക്ക് ദേഷ്യം ഒന്നും എങ്ങനെ സംസാരിക്കും? അച്ഛാ പോട്ടച്ചാ വിട്ടുകളാ. ആ ചെറുക്കൻ കുറച്ച് പ്രശ്നമാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടായപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടി, അവന് കുറച്ചേ കിട്ടിയുള്ളൂ. ഞാനൊന്നും താഴെ വീണ് അവനും വീണ്. ഞാൻ വീഴ്ത്തി എല്ലാം ഒപ്പിച്ചെടുക്കുക. അതോടെ നോക്കി കയറി പോടാത്ത്. എന്തിന് നിങ്ങൾ വിചാരിക്കും നല്ല കാര്യങ്ങൾ? അടി കിട്ടി അവനാണെങ്കിൽ വ്യാഴം എനിക്കാണ്. ഇന്ന് അവന്റെ വീട്ടിൽ ചെന്ന് അവനെ പോക്കണം. സ്ഥലം എവിടെയാടാ? ചെങ്ങമ്പുഴ പാർക്കിൽ എടുത്താ തരാം. എന്താ ജോലിയാ കൊച്ചിന്റെ അച്ഛന്? പോലീസാ. പോലീസിലല്ലെന്നറിയാം, എഞ്ചിനീയറിംഗാ. എന്ത് കുന്തായിരുന്നാലും ശരി എന്ത് അവനെ പോക്കണം. നീ ഇറങ്ങും ഇങ്ങോട്ട്. ഞാൻ എന്തിനാ പറഞ്ഞ ഞാൻ വരുന്നില്ല. പിന്നെ വരാ ഇറങ്ങുന്നത് പേടിയാ? പേടിയൊന്നുമല്ല. ഈ കുട്ടികൾ തമ്മിലുള്ള പ്രശ്നത്തിന് വലിയ ആൾക്കാരെ ഇടപെടണോ? അത് പിന്നെ വലുതാവില്ലേ? അത് തന്നെ ഒന്ന് മറന്നു കളയാന്നേ. അങ്ങനെ മറക്കാനൊന്നും പറ്റൂല. ഇഷ്ടം പോലെ ഇടി കിട്ടി ചെറുക്കന്. ആണ്ടാ എന്നിട്ട് വേടാ ഇതേ ഈ ഇടി ഇപ്പൊ സാറിന് വെക്കും. കുറച്ച് കഴിയുമ്പോൾ മൂന്ന് ചെയ്ത് ചുമക്കിന് കാണാം. ബാക്കിയില്ലാതെ എവിടെ കിട്ടി? എവിടെയൊക്കെ കിട്ടിയാടാ കിടി? എന്റെ കേശു നീ അകത്തോയി ഡ്രസ്സ് മാറിയിട്ട് പോയിരുന്നു പഠിക്കാൻ നോക്ക്. ഹോംവർക്കില്ലേ ഒരുപാട് ചെയ്യാൻ. ആ പോയി ചെയ്യാം. അവളെ എന്ത് നിസ്സാരമായിട്ട് പറയണ്. കിട്ടിയ ഇടിയൊക്കെ നീ കൊണ്ട് അനുഭവടാ. നീ ഇടി കിട്ടിയത് ഡ്രസ്സ് മാറ്. വന്നിട്ട് വല്ലതും കുടിച്ചാ? ഇല്ല. വെച്ച് ചോറുണ്ടായിരുന്നാ? ഞാനും കഴിച്ച അച്ഛനും കഴിച്ചില്ല. ആ അപ്പൊ എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവുമല്ലോ. നമുക്ക് രാത്രി കഴിക്കാലോ. ഇപ്പൊ ബാക്കി വന്ന് രാവിലെ കഞ്ഞിയും കുടിക്കാം. അപ്പൊ രാവിലെ ഒന്നും ഉണ്ടാക്കണ്ട. ചെറുക്കൻ ഇടി കണ്ടി ഇടിക്കണേ. പിന്നെയാണ് രാവിലെ കുടിക്കാൻ. അമ്മ കാപ്പി വേണം കേട്ടോ രാവിലെ. ഓ പോയി ഡ്രസ്സ് മാറ്. വാ ബ്രെഡ് ഉണ്ടോ? അറിയില്ല അമ്മ, നോക്കണം. മുട്ട അതും നോക്കണം. നോക്കന്നാ. മുട്ട ഉണ്ടല്ലേ? ഉണ്ടാ ഉണ്ടെങ്കിൽ മോന് പാല് കലക്കി കൊടു. അവന്റെ ഏനക്കിടക്ക മാറട്ട്. ഒന്ന് നിർത്ത് ബാലു. എന്തോ നിർത്താനടി? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീയേ പേങ്ങമാറി ജനിച്ച ആ പടവലത്തിന്റെ പോങ്ങത്തിയാണ് നീ. ഞാൻ അതുപോലെ അല്ല. നെയ്യാറ്റിങ്കര ശൂലം കൂടി വെട്ടി ചരിച്ചാണ് ഞാൻ. അണ്ടാ വെട്ടേണ്ടല്ലേ? മുറി കൊടുക്കില്ല. ഇവിടുന്ന് പിണയും. നിനക്കറിയാമോ? നിങ്ങളുടെ കേള് പണ്ട് സ്കൂള് വിട്ട് ഞാൻ വയൽ വരാൻ വേണ്ട വഴി രണ്ടുപേരും അപ്പുറം നിൽക്കണം. അമ്മ നമ്മളെ വീട്ടിൽ നിന്ന് തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ പേരിൽ അമ്മമാരെ പിടിച്ച് 2 കൊടുത്തു. അതുകൊണ്ട് എന്നെ അടിക്കാൻ വേണ്ടി 2 നിൽക്കണം. എന്നെ അടിച്ച് എല്ലാം കഴിയുന്ന രീതിയിൽ ഞാനും കൊടുത്തു. പക്ഷേ തേങ്ങയിട്ട് വരാൻ കിഷകളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളുണ്ട് അച്ഛൻ്റെ പറഞ്ഞു
ഈ കാര്യം ഞാൻ അച്ഛനെ പറയണമെന്ന് വിചാരിച്ചതാണ്. പിന്നെയാണ് കളി. വൈദ്യുത സമയത്ത് തീവട്ടി അമ്പും വില്ലും വാള് മുടച്ചക്കറും എല്ലാം കൂടെ എടുത്തോണ്ട് അവൻ്റെ വീട്ടിൽ കയറി വാഴയൊക്കെ വെട്ടി നശിപ്പിച്ച് പശുവിനെ കഴിച്ച് വിട്ട് അവൻ്റെ മാമനെ അടിച്ച് ഈ തകത്തിൽ ഞാൻ അവൻ്റെ നടനം കൊടുത്തു. അടി ഇടി വെട്ടും കുത്തും അലങ്കോലോട്ട് നടന്നത് വലിയ സംഭവത്തോടെ അഭിമാനത്തോടെ പറയണ കേട്ടാ. നമ്മളെ കുടുംബത്തിന് ചെറിയ അടി വെടി വെട്ടും കുത്തൊക്കെ ചെറിയ അഭിമാനം തന്നെ. അതുകൊണ്ടാണ് മോൻ റോഡിൽ കിടന്ന് വല്ലവരും അടിയും കൊണ്ട് വന്നത്. അവൻ്റെ അടിയും കൊണ്ടുവന്നത് ആണല്ലേടാ എനിക്ക് ഏട്ടനെ കൊടുത്തുടാ. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, ചോദിച്ചേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ബാലേന്ദ്രൻ തന്നിട്ട് പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. കൊരടാ നീ കൊര. ബാലു, എന്തോന്നാ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം എന്തോന്ന്? അവിടെ പോണം, ചോദിക്കണം. അപ്പൊ നിങ്ങൾ സമാധാനമാവും? ആ സമാധാനമാവും. പോവാ. ആക്കി പോവാം. എന്ത് പോയി ചോദിച്ചോളേ. ഞാനും വരട്ടെ. വന്നാൽ ശരിയാവില്ല. ചിലപ്പം വല്ല പ്രശ്നം നടന്നാൽ അച്ഛനെ നിങ്ങളെ നോക്കാൻ പറ്റൂല. അത് ശരി. അപ്പൊ പ്രശ്നം ഉണ്ടാക്കാനാണ് പോണത്. പ്രശ്നം ഇങ്ങോട്ടുണ്ടായാൽ നമ്മളെ ചെറുക്കനാണ് അടി കിട്ടിയെന്ന് ഓർമ്മ വേണം. ഇതിലോ നീ ഇറങ്ങും. അച്ഛാ ഫുൾ ഫാമിലി ആയിട്ട് പോയാലോ? ഫുൾ ഫാമിലി ആയിട്ടാ? വന്നാൽ നല്ലൊരു അടി കാണാം. നിങ്ങളെ അടിയുടെ ഇടയിൽ അച്ഛൻ അവിടെ പറഞ്ഞടിക്കായിരിക്കും. കിണിക്കാടാ സമയം കിട്ടുമ്പോ അവനെ വെച്ച് താങ്ങിക്കോ. പേടിയാണ് നീ എന്നെ രക്തത്തിൽ ജനിച്ച പോലാടാ നീ. വാടാ വാടാ ചേട്ട്. അയാളൊരു പാണം പഠിപ്പിക്കണം. ഇനി മേലെ അയാളെ ആരും തല്ലരുത്. ഒരു കാറ് വന്നല്ലേ. അച്ഛൻ നിക്ക. ഇത് കേശുവിനെ അടിച്ചില്ലേ? ആ ജയിന്റെ കാറ്. ആ അവന്റെ അച്ഛന്റെ കാറ് തന്നെ. ആ എഞ്ചിനീയറിങ്ങളുടെ കാറ്. അച്ഛാ ഇത് അവന്റെ അച്ഛനാ. അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കായിരുന്നു. നമസ്കാരം, ഞാൻ പി സി കുര്യൻ, ജയിന്റെ ഫാദർ. പി സി കുര്യനെ ജയിന്റെ ഫാദർ അറിയേണ്ട കാര്യമില്ല. മക്കളെ മര്യാദയ്ക്ക് പഠിപ്പിച്ചോളാം. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? കൊച്ചിനെ അടിച്ച് ചുമക്കണ ചുമണ്ട അടിച്ച് പന്തരായി കളഞ്ഞു. ഏത് വയറ്റിൽ ഞാൻ പറഞ്ഞ ആദ്യം ഞാൻ ഏത് വയറ്റിന്റെ അടുത്ത് കൊണ്ടുപോയാൽ ഇവരെ ശരിയാക്കി എടുക്കാൻ പറ്റും? ഞാൻ പറയുന്നു. ഞാൻ ഒരു കാര്യം പറയാം. നല്ലൊരു പോസ്റ്റ് ഉദ്യോഗസ്ഥരാണ് വെറുതെ ഇതൊക്കെ ഇടിച്ച് ഞാൻ കൂമ്പിനെ മാറ്റിക്കളഞ്ഞു. സാർ നിങ്ങളൊന്നും മനസ്സിലാക്കി ആദ്യം എന്നെ കൊച്ചിനെ അടിച്ചതിന് സമാനം പറഞ്ഞു ഇയാള്. ആ കളച്ചോട്ടുണ്ടോ? പുറത്തേക്ക് ഇറങ്ങി വന്നേ. എന്റെ കുട്ടിയെ അടിച്ച് ഈ പരുവത്തിലാക്കിയതിന് നിങ്ങൾക്ക് എന്ത് സമാധാനം പറയാനുള്ളേ? അയ്യോ ഇതെന്ത് സംഭവിച്ചു? നിങ്ങളുടെ കുട്ടികൾ അടിച്ചതാ. ഞാൻ കേസ് കൊടുക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ കൊച്ചു കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ക്ഷമിച്ചു കളയുക. ഞാൻ ക്ഷമിച്ചു കളയാന്ന് വിചാരിക്കുക. അതപ്പോ വന്നത്. മക്കളെ, നിങ്ങൾ ഇനി വഴക്കൂടുകയും ചെയ്യരുത്. ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചിടണം. ഫ്രണ്ട്സ് ആയിരിക്കണം കേട്ടോടാ. ഓക്കെ എന്നാ ശരിയാ. ഈ കുട്ടിയെ ഒന്ന് സൂക്ഷിക്കണം. ഇത്ര ചെറുതിൽ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. നീ ഒരു പെൺകുട്ടിയല്ലേ? ഈ കുട്ടി എന്താ ചെയ്തേ? ആൻറ്റി, ഞാൻ സ്കൂളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ കേശവൻ്റെ തലക്കിട്ട് അടിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം കയറി ഞാൻ അവനെ തിരിച്ചടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഈ കൊച്ചു വന്ന് എന്നെ പിച്ചോ മാന്തോ ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ കല്ലെടുത്ത് തലയിലടിച്ചു. സോറി പറയടി. സോറി ഏട്ടാ. മനസ്സിൽ തട്ടി പറയടി. സോറി ഏട്ടാ. എല്ലാം സത്യം പറഞ്ഞു ഞാൻ നമ്മളെ പിള്ളേരാണല്ലോ തെറ്റുകാരെ. ഞാൻ വേണ്ടി മാപ്പ് വയ്ക്കണം. തോന്നരുത്. ഏയ് കുഴപ്പമില്ല, ഞാൻ വിളിക്കാം. ശരി, അങ്ങനെ ആവട്ടെ. ശരി വല്ലപ്പോഴേക്കാം. ശരി ബൈ. എന്ത് നല്ല ആൾക്കാരല്ലേ. വളരെ നല്ല ആൾക്കാർ. പിടിച്ചോ നീ